ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഒരനുഭവം മാത്രമല്ല, ഒരു ജീവിതം കൂടിയാണ് ട്ടോ. ഇന്ന് ജന്മദിനാണ് ലതിക ചേച്ചിയുടെ, ലതിക ഗോപൻ ചേച്ചി നമ്മുടെ ഗ്രൂപ്പിലുള്ള. അപ്പോൾ അനുഭവം അയച്ചൊന്ന് ഇത് പറയുമോയെന്ന് ചോദിച്ചു. ഇത് വായിച്ചപ്പോൾ ഉണ്ടല്ലോ, പറയാതിരുന്നാൽ എന്താ ചെയ്യുക, ഒന്നും ഒന്നും പറയാനില്ല. അങ്ങനത്തെ ഒരു അനുഭവമാണ്. അപ്പോൾ എല്ലാവരും കേൾക്കട്ടോ. ഹെഡ്സെറ്റ് വെച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചും കൊണ്ട് കേൾക്കുക. കേൾക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവുമല്ലോ അല്ലേ. ഹരേ കൃഷ്ണ. ശ്രീകുട്ട നമസ്കാരം. ഞാൻ കണ്ണൻ്റെ ഇത്ര മധുരം കുടുംബാംഗമാണ്. എൻ്റെ മോളുടെ കല്യാണത്തിന് കണ്ണൻ കാട്ടിയ അനുഭവം ചാനലിൽ പറഞ്ഞതിന് ശേഷമാണ് ശ്രീ എന്നെ ഗ്രൂപ്പിൽ ആഡാക്കിയത്. അന്ന് ശ്രീ എന്നോട് പറഞ്ഞു, ചേച്ചിയുടെ സങ്കടം എല്ലാം മാറും, ഗ്രൂപ്പിൽ നാമജപം പാട്ട് ഒക്കെ ഉണ്ട്, കഥ പറയും, എല്ലാം കൂടി നല്ല രസമാണ് എന്നൊക്കെ പറഞ്ഞു. ആഡാക്കിയത് അങ്ങനെയാണ്. പക്ഷേ എനിക്ക് മനസ്സ് തുറന്നു ഒന്നിലും ശ്രദ്ധ കൊടുക്കാൻ ഏകദേശം 2 വർഷമായിട്ട് സാധിച്ചിട്ടില്ല. കാരണം എൻ്റെ കാലിൽ ഒരു മുറിവ് വന്നിട്ട് ഉണങ്ങിയില്ല. വെരിക്കോസ് ഉണ്ട് 2 കാലിലും. ഒരെണ്ണം കീഹോൾ ചെയ്തു, അത് ഓക്കെയാണ്. ഓപ്പൺ സർജറി ചെയ്ത കാല് പല ട്രീറ്റ്മെൻറ്റ് നടത്തി. ലാസ്റ്റ് വേനലിൽ സീൽ ചെയ്ത ഭാഗം ഗേറ്റ് തട്ടി മുറിഞ്ഞു. ആ കാരണത്താൽ TT എടുത്തില്ല. അത് ഇൻഫെക്ഷനായി പൊട്ടി. വലിയ വലിയ ഹോസ്പിറ്റലുകൾ കാണിച്ച് മുറിവ് ഉണങ്ങുന്നില്ല. മാസം തോറും ഇൻഫെക്ഷൻ ഉണ്ടാവും, ആൻറ്റിബയോട്ടിക്, ഡ്രസ്സിങ്, മുറിവ് ദിവസം ചെല്ലുന്തോറും വലുതായിട്ട് വന്നു. ഇതിനിടയ്ക്ക് പലതവണ മുറിവ് വെച്ച് കെട്ടി. എൻ്റെ കണ്ണനെ കാണാൻ പോയി, കണ്ടു. ഈ കാലിൽ ഒരു പൂ കൊണ്ട് പോലും ആരും തട്ടി വേദനിപ്പിക്കാതെ എനിക്ക് ദർശനം തന്നു എൻ്റെ പൊന്നുണ്ണി. ഗ്രൂപ്പിൽ ചിലർക്കൊക്കെ അറിയാട്ടോ, ഫോട്ടോ കണ്ടിട്ടുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരും നേർച്ചകൾ നടത്തിയവരും പലരുമുണ്ട്. എനിക്ക് ആരുമില്ല കണ്ണാ എന്ന് സങ്കടം പറഞ്ഞപ്പോൾ കേരളത്തിനകത്തും പുറത്തുമുള്ള പലരെയും എനിക്ക് കൂട്ടിന് തന്നു. അതിൽ 1-2 പേരെ ഒഴിച്ച് ഞാൻ ആരെയും കണ്ടിട്ട് പോലുമില്ല. പക്ഷെ അവരുടെ സ്നേഹം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അത് കണ്ണൻ്റെ അനുഗ്രഹം. അതിന് കണ്ണൻ്റെ പ്രതിരൂപമായി ഞങ്ങളുടെ ശ്രീകുട്ടൻ, കണ്ണൻ്റെ മറ്റൊരു മഹാത്ഭുതമായി എൻ്റെ മോൾക്ക് ഒരു കുഞ്ഞുമോളെ രണ്ടാമത് തന്ന് അനുഗ്രഹിച്ചു. അവളെ അബോർഷൻ നടത്തേണ്ടി വരുമെന്ന് ഡോക്ടർ പറഞ്ഞ കേസാണ്. ഗ്രൂപ്പിലെ ശ്രീകുമാർ സാറ് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, കണ്ണന് പ്രിയം വെണ്ണ ആണ്, വെണ്ണ കൊണ്ട് തുലാഭാരം നടത്തി ചോറൂണ് കണ്ണൻ്റെ മുന്നിൽ നടത്താമെന്ന് സങ്കല്പിക്കാൻ പറഞ്ഞു. അങ്ങനെ കണ്ണനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഒരു കുഞ്ഞുമോളെയും തന്നു. അവളുടെ ചോറൂണ് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ മോള് വിളിച്ചു. ഞാൻ പറഞ്ഞു, അമ്മയ്ക്ക് കാല് വയ്യ, നിങ്ങൾ പോയിട്ട് പോവാ എന്ന്. ഫോൺ കട്ട് ചെയ്ത ഉടനെ ഓഫീസിൽ എൻ്റെ സീറ്റിൽ ഒരു സ്ത്രീ കൊറിയർ ഉണ്ട് എന്ന് പറഞ്ഞു വന്നു. ഒരു ബോക്സ് എൻ്റെ കയ്യിൽ തന്നു. അയ്യപ്പൻ നായർ ആൻഡ് സൺസ്. കണ്ടപ്പോൾ മനസ്സിലായി അത് കണ്ണൻ്റെ വിഗ്രഹമാണ് എന്ന്. അത് ഭയങ്കര ആർത്തിയോടെ പൊട്ടിച്ചു. എനിക്ക് ഉച്ചപൂജാലങ്കാരത്തിൽ ഏറ്റവും ഇഷ്ടം എൻ്റെ പൊന്നുണ്ണി ഊഞ്ഞാലിൽ വരുന്നതാണ്. ഊഞ്ഞാൽ കണ്ണൻ, ആലിലക്കണ്ണൻ, താമരക്കണ്ണൻ, വെണ്ണക്കണ്ണൻ എല്ലാം ആ ബോക്സ് നിറയെ. എൻ്റെ കണ്ണ് നിറഞ്ഞ ദിവസം. കാരണം എൻ്റെ അച്ഛനൊഴികെ എൻ്റെ ആഗ്രഹം അറിഞ്ഞ് എനിക്ക് ആരും ഒരു സമ്മാനവും തന്നിട്ടില്ല. ഇപ്പോൾ എൻ്റെ മോള് തരും കണ്ണ. അതുപോലെ ഒരു മോള് കണ്ണൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് അയച്ചു തന്നു. ഇത് കണ്ടു ഞാൻ മോളെ വിളിച്ചു പറഞ്ഞു കേട്ടോ, ഗുരുവായൂർ ഞാനും വരുന്നു. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണൻ എന്നെ തേടി വന്നു. അതുകൊണ്ട് എന്തായാലും ഞാൻ വരും. ഏകദേശം 2 മാസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അതിനിടയിൽ പലതവണ കാലിൽ ഇൻഫെക്ഷനായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർ ഗ്രാഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഗ്രാഫ്റ്റ് ചെയ്തു. വീണ്ടും ഇൻഫെക്ഷൻ വന്ന പ്രശ്നമാണ് എന്ന് പലരും പറഞ്ഞു. അപ്പം കണ്ണനോട് ഞാൻ പറഞ്ഞു, ഒന്ന് റൂട്ട് മാറ്റി വിടണേ, അഥവാ ചെയ്താൽ തിയേറ്ററിൽ എൻ്റെ പൊന്നു ഡോക്ടറായി വരണമെന്ന്. തിയേറ്ററിൽ കയറാൻ വേണ്ട ഒരുക്കങ്ങളെല്ലാം നടക്കവേ വന്നത് രാധാറാണിയാണ്, പ്ലാസ്റ്റിക് സർജൻ, കർണാടകക്കാരിയാണ്. അവർ എൻ്റെ റിസൾട്ടൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, സർജറി ചെയ്യാൻ പറ്റില്ല, ഇൻഫെക്ഷൻ ഉണ്ട് എന്ന്. ഒരു തരത്തിൽ സന്തോഷം ചെയ്യാഞ്ഞത്, മറുവശത്ത് സങ്കടം. ഇതിനി എന്ത് ചെയ്യുമെന്ന്. AG ഫിക്സ് സ്റ്റിക്കർ ഒട്ടിക്കാൻ പറഞ്ഞു. ഡിസ്ചാർജ് ചെയ്തു. ഇൻഫെക്ഷൻ, കൾച്ചർ, ആൻറ്റിബയോട്ടിക് ഇതൊക്കെ റൂട്ടിനായി നടന്നുകൊണ്ടിരുന്നു. ഇടയ്ക്ക് കണ്ണനോട് പിണങ്ങും, എന്നിട്ട് കരയും. വേദന സഹിക്കാൻ വയ്യാതെ മരിക്കാമെന്ന് പലതവണ ചിന്തിച്ചു. മോളുടെ ചോറൂണെടുത്തു. എൻ്റെ കാലിന് പ്രശ്നം കാരണം കാറിലാണ് പോയത്. ബാക്ക് സീറ്റിൽ 2 പില്ലോ വെച്ചു. കാൽ പൊക്കി വെച്ചു. കണ്ണൻ്റെ മണ്ണിലെത്തി. ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു, എൻ്റെ കാലിലെ ഡ്രസ്സ് അഴിച്ചു തരണം. 4 ലെയറാണ് ഡ്രസ്സിങ്, അതിൽ സ്റ്റിക്കർ ഇളക്കരുത്, ബാക്കിയെല്ലാം ഇളക്കാൻ പറഞ്ഞു. മോള് ചോദിച്ചു, അമ്മ എന്താ പറയുന്നത്? ഞാൻ ഇളക്കില്ല. അത് കേട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ മനസ്സിൽ ആരോ പറയുന്നു, ഈ കെട്ടഴിച്ച് രുദ്രതീർത്ഥക്കുളത്തിൽ ഇറങ്ങി കാല് നനച്ച് മുഖം കഴുകാൻ. മോള് കെട്ടഴിച്ചു. ഞാൻ കണ്ണൻ്റെ കുളത്തിലിറങ്ങി കാലും മുഖവും കഴുകി. ഒരു 3/4 മണിക്കൂർ നിന്നാണ് ദർശനത്തിന് കയറിയത്. 5 മിനിറ്റ് നിൽക്കാൻ എനിക്ക് പറ്റില്ല. പക്ഷെ ഒരു വേദനയില്ല. ഞാൻ വിചാരിച്ചല്ലേ ഓക്കെ ആയിന്ന്. ഗ്രൂപ്പിലെ കണ്ണൻ്റെ രാധ വെണ്ണ വാങ്ങി കൊടുക്കണമെന്ന് നേർന്നിരുന്നു. അത് കൊടുത്തു. ഭംഗിയായി തൊഴുതു. കുഞ്ഞുമോൾക്ക് ചോറൂണ് തുലാഭാരം എല്ലാം കഴിഞ്ഞ് തിരിച്ച് റൂമിൽ വന്നു. കാലിൽ നിന്ന് ടാപ്പ് തുറന്ന് വെള്ളം വരുന്നത് പോലെ വെള്ളം വരുന്നു. ഗുരുവായൂർ തന്നെ മരുമോനും കുടുംബത്തിനും പങ്കെടുക്കേണ്ട ഒരു കല്യാണമുണ്ട്. എനിക്ക് കാല് വേദന കൊണ്ട് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ. ആർക്കും ബുദ്ധിമുട്ടാവാതിരിക്കാൻ കല്യാണ റിസപ്ഷനൊക്കെ പോയിട്ടോ. പിറ്റേന്ന് കല്യാണമായപ്പോൾ ഒട്ടും വയ്യ. ഞാൻ റൂമിൽ കിടന്നു.
കിടന്നു കരഞ്ഞു. "കണ്ണാ, ഞാൻ വന്നത് നിനക്കിഷ്ടായില്ലേ? വീട്ടിൽ വന്ന് പിറ്റേന്ന് ഡോക്ടറെ കണ്ടു. കൾച്ചർ പറഞ്ഞു. വീണ്ടും അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. മുറിവിൽ ഒരു സൈഡ് മാത്രം തൊലി. മാസങ്ങളായി വന്നത്. എനിക്കൊരു പ്രതീക്ഷ പോലും ഇല്ലാതെയാണ് അഡ്മിറ്റ് ആയത്. ഇടയ്ക്ക് എപ്പോഴോ ഞാൻ കരഞ്ഞു പറഞ്ഞു, പൊന്നുണ്ണിയുടെ കൈവിരൽ ഒന്ന് തൊട്ടൂടെ? എത്ര വരാത്ത തൊലിയും വരുമല്ലോ. 2 വർഷമായി എന്ന് ഓർമ്മ വേണം കേട്ടോ എന്ന്. മുറിവിൽ ഞാൻ നോക്കാറില്ല. സിസ്റ്റർമാര് ഡോക്ടർമാരെ മുറിവ് ടോർച്ചൊക്കെ അടിച്ച് കാണിക്കുമ്പോൾ ഡോക്ടറുടെ മുഖത്തും സിസ്റ്റർമാരുടെ മുഖത്തും നിരാശ നിറയുന്നത് അറിഞ്ഞിട്ടുണ്ട്. മുറിവ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ പഴയ പോലെ എന്ന് മറുപടി പറയും. ഹോസ്പിറ്റലിൽ കിടന്ന ഒരു ദിവസം എന്ന് വെച്ചാൽ കണ്ണനെ കണ്ടുവന്നിട്ട് ഒരാഴ്ചയായി കാണും. ഡോക്ടർ പറഞ്ഞു, ഫോട്ടോ എടുത്ത് മോൾക്ക് അയച്ചു കൊടുക്ക്, മോൾക്ക് ടെൻഷനായിരുന്നു എന്ന്. ഒരിക്കലും തൊലി വരില്ല എന്ന് ഞാൻ വിചാരിച്ച മുറിവിന് 90% തൊലി വന്നു. അത് കണ്ട് ഞാൻ കണ്ണ് തള്ളി. ഒരാഴ്ച റെസ്റ്റ് പറഞ്ഞു. ഇന്ന് റിവ്യൂ ആയിരുന്നു. 4 ദിവസം കൂടി റെസ്റ്റ് എടുത്ത് എവിടെ വേണേൽ പോയിക്കോളാൻ ഡോക്ടർ പറഞ്ഞു. ഡോക്ടറെ കണ്ണനായി കണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് തൊഴുതു. അദ്ദേഹത്തിനും സന്തോഷമായി. ഇങ്ങനെ ആയതിലെന്ന് എന്താ ഞാൻ എൻ്റെ പൊന്നുണ്ണിയോട് പറയേണ്ടത്? എൻ്റെ ഡോക്ടർ, വക്കീല്, എൻ്റെ എല്ലാം നീയാണ് കണ്ണാ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അലങ്കാരത്തിലാണ് ഇന്ന് പൊന്നുണ്ണി എനിക്ക് അലങ്കാരം പറഞ്ഞു സമ്മാനം കിട്ടിയത്. ഊഞ്ഞാൽ കണ്ണനാണ്. എൻ്റെ കണ്ണാ, എല്ലാവരെയും കാത്തുരക്ഷിക്കണേ. ഞാനിതിൽ കമൻ്റൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഭഗവാന് സമർപ്പിച്ച് കഴിഞ്ഞില്ലേ എല്ലാവരും? എൻ്റെ കൂടെ കേട്ടവരൊക്കെ തന്നെ. ഹരേ കൃഷ്ണ. നമ്മളെ ഗ്രൂപ്പിലേക്ക് വരാം. ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ജോയിൻ ബട്ടണിലൂടെയാണ് വരേണ്ടത്. കമൻറ്റ് ബോക്സിൽ ഫേസ്ബുക്കിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. കൃഷ്ണവിഗ്രഹം സമ്മാനം കൊടുക്കുന്നു. ചൂജാലങ്കാരങ്ങളൊക്കെ അങ്ങനെയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹരേ കൃഷ്ണ.